ഡിയർ ഫ്രണ്ട്സ്, പ്രകാശം അത് അന്ധകാരത്തെ അകറ്റുന്നു. പ്രകാശരശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നു. പിന്നീട് നമ്മൾക്ക് മനസ്സിലായി ഇത് പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അതിനെ നമ്മൾ ഫോട്ടോൺസ് അല്ലെങ്കിൽ ക്വാണ്ട എന്ന് വിളിച്ചു. 1 ഫോട്ടോൺ ഈസ് കോൾഡ് എ ക്വാണ്ടം. പിന്നീട് ഡി ബ്രോളീസ് തിയറി ഓഫ് മാറ്റർ വേവ്സിൻ്റെ ആവിർഭാവത്തോടെ നമുക്ക് മാറ്റർ എന്ന് പറയുന്നത് തികച്ചും ലോക്കലൈസ്ഡ് അല്ല, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ക്യാരക്ടറും ഉണ്ട് എന്ന് മനസ്സിലായി. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc² അതിൻ്റെ ഒരു പ്രൂഫായിരുന്നു. അതായത് മാറ്റർ എപ്പോഴെല്ലാം ഡിസപ്പിയർ ചെയ്യുന്നു അത് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യുമെന്നും, അതുപോലെ എനർജി ഈസ് കൺവേർട്ടബിൾ ടു മാറ്റർ. സോ എനർജി ആൻഡ് മാറ്റർ ആർ ഇൻ്റർ കൺവേർട്ടബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റും നമുക്ക് വ്യക്തമായി. എന്നാൽ ഈ മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റംസിൻ്റെയും സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും എനർജിയും അവരുടെ ഇൻട്രാക്ഷനും മറ്റ് റിലേറ്റഡ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും ലാർജ് ഒബ്ജക്ട്സിൻ്റെ തിയറി പര്യാപ്തമല്ലല്ലോ. ലാർജ് ഒബ്ജക്ട്സിന് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ സബറ്റോമിക് പാർട്ടിക്കിളിന് നമുക്ക് പുതിയ ഒരു തിയറി ആവശ്യമായി വന്നു. അറിവിൻ്റെ പുതിയ വഴികൾ തുറന്നു കിട്ടി. അങ്ങനെ മെക്കാനിക്കൽ തിയറീസ് നമ്മൾ സബറ്റോമിക് പാർട്ടിക്കിൾസിലേക്ക് അപ്ലൈ ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ക്വാണ്ടം മെക്കാനിക്സ് കെമിസ്ട്രിയുടെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ അതിനെ ക്വാണ്ടം കെമിസ്ട്രി എന്നാണ് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വേവ് ഇക്വേഷനാണ്. എർവിൻ ഷ്രോഡിംഗർ ഡെവലപ്പ് ചെയ്ത ഷ്രോഡിംഗേഴ്സ് വേവ് ഇക്വേഷൻ H∼E∼E∼. ഈ H∼ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയും. ദാറ്റ് ഇസ് ദ എനർജി ഓപ്പറേറ്റർ. ഈ H∼ ഓരോ സിസ്റ്റത്തിലും ഓരോ ഫോമിലായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ വേവ് ഫങ്ഷൻ സൈയും ഓരോ സിസ്റ്റവും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ H∼ സൈയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടിയും സൈയും തിരിച്ചു കിട്ടുന്നു. ഈ ഇക്വേഷനാണ് നമ്മൾ ഫേമസ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ H∼E∼. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്തത്. അതിനായിട്ട് നമുക്ക് ഓപ്പറേറ്റർ എന്താണ്, വേവ് ഫങ്ഷൻ എന്താണ്, ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ്, ഈ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. റെഡിയല്ലേ? ഡിയർ ഫ്രണ്ട്സ്, ഇത് ഒരു ഉപകരണമാണ്. പഴയ കാലത്ത് പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാൻ ഉപയോഗിച്ചിരുന്ന മത്ത് എന്ന് പറയുന്ന ഉപകരണം. ഈ ഉപകരണം അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാച്ചിയ പാലിനെ കടഞ്ഞെടുത്ത് അതിൽ നിന്ന് വെണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ആദ്യമുണ്ടായിരുന്ന പാല് അതുപോലെ തന്നെ കിട്ടും, പക്ഷേ വെണ്ണ അതിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ടാവും. അങ്ങനെ പാലിനെ കടയുമ്പോൾ പാല് അവശേഷിപ്പിച്ചുകൊണ്ട് പുതിയതായി വെണ്ണയും കിട്ടുന്നത് പോലെ ഒരു പ്രോസസ്സ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലുമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, H∼E∼E∼. H∼ എന്ന ഓപ്പറേറ്റർ വേവ് ഫങ്ഷനിൽ മാത്തമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി E കിട്ടുന്നു, അതോടൊപ്പം സൈ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വേവ് ഫങ്ഷൻ സൈ എന്താണെന്ന് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അൺനോൺ ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ് എന്ന് വിചാരിക്കും. ലെറ്റ് ഇറ്റ് ബി എക്സ്. പിന്നീട് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലൂടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ നമുക്ക് അറിയാത്തൊരു സിസ്റ്റം, ഒരു അൺനോൺ സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ പ്രോപ്പർട്ടിയും കവർ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ അറിയാം. സ്ട്രെയിറ്റ് ലൈനെ ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷനായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് y=mx+c എന്നാണ്. അപ്പോൾ y=mx+c വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും പ്രെഡിക്റ്റ് ചെയ്യാം. അത് ആ സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പഠിക്കാനുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല.
അപ്പം അതിൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് അതിനെ നമ്മൾ വേവ് ഫങ്ഷൻ എന്ന് വിചാരിക്കുന്നു. ആ വേവ് ഫങ്ഷനെ നമ്മൾ പിന്നെ അതിൻ്റെ റിയൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ഇറ്ററേഷൻ മെത്തേഡ് വഴി ആ വേവ് ഫങ്ഷൻ്റെ വാല്യൂ കണ്ടെത്തുകയും പിന്നെ ആ വേവ് ഫങ്ഷൻ്റെ വാല്യൂയെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, നമ്മൾക്ക് കിട്ടേണ്ട ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് അവർ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ആ വാല്യൂവിലേക്ക് എത്തിച്ചേരാനുള്ള ട്രയലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ അസംഷൻസ് എപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് അകലെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും ആ സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ വാല്യൂയേക്കാളും കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കാൽക്കുലേറ്റഡ് എനർജി എന്ന് പറയുന്നത് ട്രൂ എനർജിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെയും നമ്മളിതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആ ഡിഫറൻസ് കുറച്ച് കുറഞ്ഞ വാല്യൂ, അപ്പോൾ എനർജി വാല്യൂ കുറഞ്ഞ് വന്ന് ആ സ്റ്റേബിൾ വാല്യൂ, ആ റിയൽ വാല്യൂവിൽ എത്തണം. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ആ റിയൽ വാല്യൂവിൽ ഒരു റിയൽ സിസ്റ്റത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല നമ്മുടെ ഈ മെത്തേഡിൽ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ റിയൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂവിലോട് എപ്പോഴും വളരെ ക്ലോസ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അസംഷനിൽ വന്ന മിസ്റ്റേക്കുകളെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് ആ റിയൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂവിൽ എത്തിച്ചേരുക. അതിനെയാണ് നമ്മൾ ഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂക്കാളും കൂടിയാണ് നിൽക്കുന്നത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ കുറച്ചെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സിസ്റ്റംസ് എല്ലാം മോർ കോംപ്ലക്സ് ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജനെ പറയുമ്പം ദർ ഇസ് ഓൺലി വൺ ഇലക്ട്രോൺ ആൻഡ് വൺ ന്യൂക്ലിയസ്. അപ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിസ്റ്റം. അതിൻ്റേതിലാണ് നമുക്ക് മാക്സിമം ആക്യുറസി കാൽക്കുലേഷനിൽ കിട്ടുന്നത്. പിന്നെയുള്ള എല്ലാ സിസ്റ്റംസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ എനർജി കാൽക്കുലേഷൻ എപ്പോഴും റിയൽ വാല്യൂവിൽ നിന്ന് അകലെയായിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കേണ്ടത്. ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെയുള്ള ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഒരു അൺനോൺ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അൺനോൺ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ വേവ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എൻ അസ്യൂംഡ് വേവ് ഫങ്ഷൻ. ഈ വേവ് ഫങ്ഷൻ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വാല്യൂ തരണമെങ്കിൽ ഈ വേവ് ഫങ്ഷന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് നമ്മൾ വെൽ ബിഹേവ്ഡ് വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ എന്ന്. അതിനായിട്ട് നമുക്ക് ഒരു വേവ് ഫങ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ തിരഞ്ഞെടുത്ത വേവ് ഫങ്ഷൻ ഒന്ന് ഫൈനൈറ്റ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ വേവ് ഫങ്ഷന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ വാല്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല വേരിയബിൾസും ഉണ്ട്. ആ വേരിയബിളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവനൊരു വാല്യൂ കിട്ടിയിരിക്കണം, ഒരു റിയൽ വാല്യൂ. രണ്ട്, അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് വേരിയബിൾസിൻ്റെ എല്ലാ വാല്യൂസിനും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ മൂന്നാമതായി അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഈ സിസ്റ്റത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്ത വേവ് ഫങ്ഷൻ. അത് ആ സിസ്റ്റവുമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫങ്ഷനും ആയിരിക്കണം. അതായത് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ കൈനറ്റിക് എനർജി, അവിടെയുള്ള പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനർജി, കൂളോംബിക് അട്രാക്ഷൻ, കൂളോംബിക് റിപ്പൽഷൻ, ഇതിനെ എല്ലാം മാച്ച് ആവുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് വേണം നമ്മൾ വേവ് ഫങ്ഷനെ സെലക്ട് ചെയ്യാൻ. അങ്ങനെ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫങ്ഷൻ കിട്ടുമോ അതനുസരിച്ച് ആ വേവ് ഫങ്ഷനിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എനർജി സിസ്റ്റത്തിൻ്റെ ട്രൂ എനർജി അല്ലെങ്കിൽ ആ സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ എനർജിയുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കും.
Okay. This is only an introduction to quantum mechanics applied in chemistry. അപ്പോൾ ഒരു കെമിക്കൽ സിസ്റ്റത്തിൽ നമ്മൾക്ക് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വേവ് ഫംഗ്ഷനെ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഹാമിൽട്ടോണിയൻ എനർജി ഓപ്പറേറ്ററിനെ ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ ഡു എച്ച് ക്യാപ് psi ടു ഗെറ്റ് ഇ psi. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.